ഇസ്രായേലിന്റെ കാര്യമൊക്കെ നേരത്തെ വാർത്തകൾ ചർച്ച ചെയ്യുമ്പോഴേ ബൈബിളിൽ പറഞ്ഞ പോലെ സംഭവിക്കുന്നു എന്നൊക്കെയാണല്ലോ പറഞ്ഞത്. സംശയം എന്താ? ബൈബിളിൽ പറഞ്ഞ പോലെ അക്ഷരം പ്രതി സംഭവിക്കുകയാണ്. ഇപ്പം ബൈബിളിൽ പറഞ്ഞ പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല. എന്താ? അത് ഇപ്പൊ ഒന്നും കേൾക്കുന്നില്ല. സിറിയയുടെ കാര്യമാണോ? അതെ. ദമാസ്കസിന്റെ കാര്യം. അതെ. ഒരു കാലത്ത് ജൂതന്മാരുടെ കേന്ദ്രം എന്നാണ് ഈ സിറിയ കേട്ടത്. ഇപ്പൊ ഒന്നും കേൾക്കുന്നില്ലല്ലോ. ജൂതന്മാരുടെ ഇല്ല, ക്രൈസ്തവരുടെ കേന്ദ്രമായിരുന്നു. സിനുവിന്റെ പരാതി ഇപ്പൊ സിറിയൻ യുദ്ധം, ഇപ്പൊ ബന്ദികള് വിട്ടയക്കുന്ന കാര്യത്തിലേക്ക് ചർച്ച നടക്കുന്നു അല്ലെ? ബന്ദികൾ അവിടെയുണ്ട്. ഗസയെ കുറിച്ചുള്ള ആക്രമണമൊക്കെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, ഈ യുദ്ധം പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു. ലെബനന്റെ കാര്യം അതൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു. ഇപ്പൊ എന്താ പറയാത്ത? ബൈബിളിൽ അങ്ങനൊന്നും പറയാത്തത് കൊണ്ടാണോ എന്നുള്ള ചോദ്യം അതാണല്ലോ. എന്നെ കുത്താൻ ചോദിച്ചാണ് അല്ലേ? എന്ന് ഞാൻ പറഞ്ഞുതരാം. ബൈബിളില് ദമാസ്കസിനെ കുറിച്ച് പറയുന്നുണ്ട്. എങ്ങനെയാണെന്നറിയോ? ദമ്മേശക്ക് എന്നാണ് ദമാസ്കസിനെ പറയുന്നത്. ദമ്മേശക്ക്. ഇരമ്യാവ് 49:23 ഞാൻ ആദ്യം വായിക്കാം. വചനമാണേ. ഹമാത്തും അർപ്പാദും ദോഷവർത്തമാനം കേട്ടതുകൊണ്ട് ലജ്ജിച്ച് ഉരുകിപ്പോയിരിക്കുന്നു. കടൽ വരെ യുദ്ധം വ്യാപിച്ചിരിക്കുന്നു. അതിന് അടങ്ങിയിരിക്കാൻ കഴിയില്ല. ശരിയാണോ? യുദ്ധം അങ്ങ് കടൽ വരെ എത്തിയില്ലേ? എത്തിയല്ലേ? ടാർട്ടസ് തുറമുഖത്ത് നിന്ന് റഷ്യ കപ്പലെടുത്തോണ്ട് ഓടിയില്ലേ? ഓടി. 2ാം ലോകമായത് മുതൽ ഈ റഷ്യ ഉപയോഗിക്കുന്ന തുറമുഖമാണ്. കടൽ വരെ എത്തി. എവിടെ? സിറിയയുടെ കടൽ വരെ എത്തി ഇല്ലേ? യുദ്ധം അടങ്ങിയിരിക്കുന്നുണ്ടോ? ലബനോണുമായിട്ടുള്ള യുദ്ധം കഴിഞ്ഞ് ഹിസ്ബുള്ള സമാധാന കരാർ ഒപ്പുവെച്ചു. ഹമാസ് ഇപ്പോ വെടിനിർത്തൽ നടത്തി. അടങ്ങിയിരിക്കുന്നുണ്ടോ ഇസ്രായേൽ? അടങ്ങിയിരിക്കുന്നില്ല. യുദ്ധം വ്യാപിക്കുകയാണ്. ഇസ്രായേലിന്റെ സേന ദമാസ്കസിന്റെ ദമ്മേശക്കിന്റെ അടുത്ത് വരെ എത്തി. ഹർമോൺ മല പിടിച്ചില്ലേ? യേശുദേവന്റെ മല. യേശുദേവൻ അവിടെ പോയിരുന്നില്ലേ ദൈവവുമായി സംവദിച്ചത്? ആ മലയിൽ യേശുവിന്റെ, യഹോവയുടെ ഇന്നത്തെ പ്രതിപുരുഷൻ എന്ന് വേണമെങ്കിൽ, ഭൂമിയിലെ പ്രതിപുരുഷൻ അല്ലെങ്കിൽ സൈന്യാധിപൻ അല്ലെങ്കിൽ പടയാളി എന്ന് പറയുന്ന നെതന്യാഹു ഇന്നലെ കാലുകുത്തി. അറിഞ്ഞോ? സിറിയൻ മണ്ണിൽ ആദ്യമായി ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യമുണ്ടായി 1948 ശേഷം ആദ്യമായി ഒരു യഹൂദ ഭരണാധികാരി സിറിയയുടെ മണ്ണിൽ കാലുകുത്തിയിരിക്കുന്നു. യഹൂദന്റെ മണ്ണായിരുന്നു അത്. ജൂതന്റെ മണ്ണായിരുന്നു. അതിനുശേഷം ക്രിസ്ത്യാനിയുടെയും. ആ മണ്ണിൽ വീണ്ടും കാലുകുത്തിയിരിക്കുന്നു. ഇരമ്യാവ് പറഞ്ഞ വെറുതെയാ? തീർന്നു. നിങ്ങൾ ചോദിച്ചില്ലേ? ബന്ദികളുടെ കാര്യം ചോദിച്ചില്ലേ? ബന്ദികളെ പിടിച്ചുകൊണ്ട് പോകുന്നു ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അറിയാവോ? ഞാൻ പറഞ്ഞുതരാം. ആമോസ് 1:5. ഞാൻ ദമ്മേശക്കിന്റെ ഓടാമ്പൽ തകർത്തു. ആവൻ താഴ്വരയിൽ നിന്ന് നിവാസിയെയും ഏദൻ ഗ്രഹത്തിൽ നിന്ന് ചെങ്കോൽ പിടിക്കുന്നവനെയും ഛേദിച്ചു കളയും. എവിടെ? ദമ്മാശക്കിൽ നിന്ന് ചെങ്കോൽ പിടിക്കുന്നവനെ ഛേദിച്ചു കളയും. എങ്ങോട്ട് പോയി അസദ്? ഓടിയില്ലേ? ഓടി. റഷ്യക്കാർ വന്ന് പൊക്കിക്കൊണ്ട് പോയില്ലേ? തീർന്നില്ലല്ലോ. അരാമ്യർ ബദ്ധന്മാരായി കീറിലേക്ക് പോകേണ്ടി വരുന്നു എന്ന് യഹോവ അരുളി ചെയ്തു. ബദ്ധന്മാർ എന്ന് പറഞ്ഞ ബന്ദികളാണ്. ബന്ദികളെ കുറിച്ച് ഇനി പറയുന്നുണ്ട്. നോക്കൂ, ആമോസ് 1:6. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: 3ഓ 4ഓ അതിക്രമം നിമിത്തം അവർ എദോമിന് ഏൽപ്പിക്കേണ്ടതിനും ബദ്ധന്മാരെ ആസകലം കൊണ്ടുപോയിരിക്കിയാൽ ഞാൻ ശിക്ഷ മടക്കിക്കളയില്ല. നെതന്യാഹു എന്താ പറയുന്നത്? അവസാനത്തെ ബന്ദിയെ കിട്ടുന്നത് വരെ ആക്രമണം തുടരും. അതല്ലേ പറഞ്ഞിരിക്കുന്നത്? ബദ്ധന്മാരെ ആസകലം കൊണ്ടുപോയിരിക്കയാൽ ഞാൻ ശിക്ഷ മടക്കിക്കളയില്ല. ഞാൻ എന്റെ പണിഷ്മെന്റ് അവസാനിപ്പിക്കില്ല. എഴുതി വെച്ചിട്ടില്ലേ? കണ്ടില്ലേ? കേട്ടില്ലേ? എന്നിട്ടാ ചോദിക്കുന്നത് യുദ്ധത്തെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലെന്ന്? എഴുതി വെച്ചിട്ടുണ്ട് ബൈബിളില്. എനിക്ക് പറയാനൊരു മടിയില്ല. ഞാൻ വചനം പറയുകയാണോ? ഞാൻ ക്രിസ്ത്യാനിയായിട്ട് മതം മാറിയൊന്നുമില്ല. ഞാൻ വായിക്കുന്നുണ്ട്. ബൈബിൾ വായിക്കാറുണ്ട്, ഖുർആൻ വായിക്കാറുണ്ട്, ഗീതയും വായിക്കാറുണ്ട്. ഇത് കണ്ടത്, എന്റെ കൺമുന്നിൽ കണ്ടത് പറയുന്നത് എന്ത് ബുദ്ധിമുട്ട്? എഴുതി വെച്ചിരിക്കുകയാണ്. ഇനി നോക്കൂ, ആമോസ് 1:7 വായിക്കാൻ. ഞാൻ ഇപ്പൊ കറണ്ട് പൊളിറ്റിക്സ് ഒന്ന് കണക്ട് ചെയ്ത് നോക്ക്. ഞാൻ ഗസയുടെ മതിലിനകത്ത് ഒരു തീ അയക്കും, അത് അതിന്റെ അരമനകളെ ദഹിപ്പിച്ചു കളയും. എത്ര വർഷം മുമ്പ് എഴുതിയ? 2500 വർഷങ്ങൾക്ക് മുമ്പ് യേശുദേവന്റെ ജനനത്തിന് ശേഷം എഴുതിയതാണ് ബൈബിൾ. ഇതേതാ വർഷം? 2024. എന്ത്? ഞാൻ ഗസയുടെ മതിലിനകത്ത് തീ അയക്കും, അത് അതിന്റെ അരമനകളെ നശിപ്പിച്ചു കളയും. ഗസ ഉണ്ടോ ഇപ്പോ? ഇല്ല. എങ്ങനെയുണ്ട്? കല്ലിന്മേൽ കല്ലില്ലാതെ ആയില്ലേ? ആയോ? ബൈബിളിൽ പറഞ്ഞിട്ടില്ലേ? ഇല്ലെന്താ പറയാ? ആദ്യത്തെ ചോദ്യത്തെ പിൻവലിച്ചോ? അതെ. പറയാത്തതൊന്നുമില്ല, എഴുതാത്തതൊന്നുമില്ല. എഴുതി വെച്ചതാണ് നടക്കുന്നത്. ഇനി എഴുതി വെച്ചിരിക്കുന്നത് നടക്കുകയും ചെയ്യും. ബാക്കിയുടെ പറയാം. ദമ്മേശക്കിനെ കുറിച്ചുള്ള ഞാൻ വായിച്ചു. ഇരമ്യാവ് 49:23 ഞാൻ വായിച്ചു. ഇനി ശയ്യാവ് 25:2 കേൾക്കണം. നീ നഗരത്തെ കൽക്കുന്നും
ഉറപ്പുള്ള പട്ടണത്തെ ശൂന്യവും അന്യന്മാരുടെ അരമനകളെ നഗരമല്ലാത്ത വണ്ണവും ആക്കി തീർത്തു. അല്ലേ? ലെബനോൺ എങ്ങനെയുണ്ട്? ഗസ എങ്ങനെയുണ്ട്? സിറിയ എങ്ങനെയുണ്ട്? പട്ടണത്തെ ശൂന്യമാക്കിയില്ലേ? ഗസയെ ശൂന്യമാക്കിയല്ലേ? അരമനകളെ തകർത്തില്ലേ? അസദിന്റെ അരമനയിൽ കയറി ആളുകൾ എടുത്തോണ്ട് പോയില്ലേ? അരമന ശൂന്യമായി പോയി ഇല്ലേ? കൊള്ളയടിച്ചോണ്ട് പോയില്ലേ ജനങ്ങൾ? എന്നിട്ടോ അതൊരു നാളും ഇനി പണിയുകയില്ല. പണിയോ ഇനി ഗസയില്? ഹമാസ് കോട്ട പണിയോ? കൊട്ടാരം പണിയോ?